നിലമ്പൂർ വെണ്ണക്കോട് കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടി ശോചനീയാവസ്ഥയിൽ എന്നാണ് വാർത്ത. കെട്ടിടത്തിന്റെ ജനൽപ്പാളികൾ ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിൽ 4 കുട്ടികളാണ് പഠിക്കുന്നത്. പ്രാക്തന ഗോത്രവർഗമായ കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ 4 കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയാണിത്. വെണ്ണക്കോട് നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ വർഷങ്ങളായി ഇങ്ങനെയാണ്. കാടിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ഇഴജന്തുക്കളുടെ ഭീഷണി എപ്പോഴുമുണ്ട്. അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പഞ്ചായത്തും പട്ടികവർഗ വകുപ്പും കാണിക്കുന്ന അവഗണന വ്യക്തം. ജനൽപ്പാളികൾ അടയ്ക്കാൻ കഴിയില്ല. ശുചിമുറിയുടെ അവസ്ഥയും ദയനീയം. ഈ അംഗനവാടി കാലപ്പഴക്കം കൊണ്ട് വളരെ ജീർണിച്ച ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, അവിടെ തോടുണ്ട്, അതുപോലെ വന മേഖലയാണ്. ഇവിടെ നിന്നൊക്കെയുള്ള പാമ്പ് ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ വലിയ ശല്യമുള്ള പ്രദേശം കൂടിയാണ്. ഈ പാമ്പ് ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ അംഗനവാടിയുടെ ഉള്ളിൽ പ്രവേശിച്ച സാഹചര്യം വരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. വലിയ അപകട ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അംഗനവാടിക്കുള്ളത്. തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ ശ്രദ്ധ അടിയന്തരമായിട്ടുണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നതാണ്. വയറിംഗ് അപകടകരമായ നിലയിലാണെന്ന് KSEB മുന്നറിയിപ്പ് നൽകിയിട്ട് ഏറെയായി. ബൾബുകൾ കത്തുന്നില്ല. വാടക നൽകുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യം പോലും ഉടമ ഉറപ്പാക്കിയിട്ടില്ല. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന നാട്ടിൽ ഒരു നേർചിത്രം ഇങ്ങനെയാണ്. 24 മലപ്പുറം.